ഹായ് മക്കളെ, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷനുള്ള ഭാഗമാണ് ലെൻസ് ഫോർമുല. സോ ഈ സംഭവമില്ലേ ഉറപ്പായിട്ട് എക്സാമിന് ഉണ്ടായിരിക്കും. ഇക്വേഷൻ പഠിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയാം. എന്താ ഡെഫിനിഷൻ? യുവും വിയും എഫും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ. ഇവിടെ യുവും വിയും എഫ് എന്നത് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ണാടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇവിടെ വരുന്നു, ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുക. ഇതിൽ ആദ്യം വരുന്ന ആളാരാണ്? ഒബ്ജക്റ്റ് ആണ്. എന്താ സംശയം? സോ ആദ്യം വരുന്ന ആള് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്ന ലെറ്റർ യു ആണ് അല്ലേ. അപ്പൊ ആദ്യം വരുന്നത് യു. ക്ലിയർ? രണ്ടാമതാണ് ആര് വരിക? ഇമേജ് വരിക. സോ രണ്ടാമത് വരുന്ന ലെറ്റർ ഏതാണ്? വി ആണ്. അപ്പൊ യു എന്താണ്? ഒബ്ജക്ട് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള അകലം. വി എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ്, പ്രതിബിംബ അകലം. ഈ കാര്യം കിട്ടിയല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, യുവും വിയും എഫുമാണ്. ഇതിൽ വി ആണ് രണ്ടാമത് വരുന്നത് അല്ലേ. ഇനി ഞാൻ ശ്രദ്ധിച്ചോ, യുവിൻ്റെ ഇക്വേഷനിൽ ആരൊക്കെ വരും? വിയും എഫുമാണ് വരിക. സംശയമില്ലല്ലോ. എഫിൻ്റെ ഇക്വേഷനിൽ ആരൊക്കെ വരും? എഫിൻ്റെ ഇക്വേഷനിൽ യുവും വിയും ആണ് വരിക. അതേ സമയത്ത് വിൻ്റെ ഇക്വേഷൻ ആരൊക്കെ വരും? യുവും വിയും വരും. ഇത്രയൊക്കെയാണ്. ഇനി ശ്രദ്ധിക്കണേ, വി വരുന്ന രണ്ട് ഇക്വേഷൻസ് ഇല്ലേ, ഞാൻ പറഞ്ഞു വി എപ്പോഴും രണ്ടാമനാണ്. ഇനി രണ്ടാമത്തെ കാര്യം, വി വരുന്ന ഇക്വേഷൻ ആണെങ്കിൽ അത് മൈനസ് ആണെന്ന് വിചാരിക്കാം. എന്തൊക്കെ വിചാരിക്കണം? വി വരുന്ന ഇക്വേഷൻ ആണെങ്കിൽ അത് ഉറപ്പായിട്ട് മൈനസ് ആയിരിക്കും. കൂടാതെ വി എപ്പോഴും രണ്ടാമനാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതി വെക്കാം. ആദ്യം നമുക്ക് എഫിൻ്റെ എഴുതാം. എഫിൽ ആരൊക്കെ വരും? യുവും വിയും വരും. അപ്പോൾ വി രണ്ടാമത് വരുമല്ലോ. അപ്പൊ യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി കിട്ടിയല്ലോ. എങ്കിൽ നമുക്ക് ആരെ ഇക്വേഷൻ? യുവിൻ്റെ ഇക്വേഷൻ എഴുതാം. യുവിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ആദ്യം ആരെ എഴുതണം? എഫ് ആദ്യം എഴുതണം. കാരണം എഫ് രണ്ടാമനാണ് വി വരുന്നത്, ബൈ എഫ് മൈനസ് വി. ഡീൽ ചെയ്തല്ലോ. ഇത് നമ്മൾ വിൻ്റെ ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. വിൻ്റെ ഇക്വേഷൻ ആകുമ്പം അതിൽ വി ഇല്ലല്ലോ. വി ഇല്ലെങ്കിൽ ദാറ്റ് ഇക്വേഷൻ മസ്റ്റ് ബി പോസിറ്റീവ്. എന്താ കിട്ടുക? യു എഫ് ബൈ യു പ്ലസ് എഫ്. ഇതെങ്ങനെ വേണം എഴുതാം, ഒരു കുഴപ്പമില്ല, പോസിറ്റീവ് ആണ്. സോ ഇതാണ് ഇത് പഠിക്കാനുള്ള എളുപ്പമാർഗം. കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനലിൽ കൃത്യം 7 മണിക്ക് ലൈവ് വരുന്നുണ്ട്. എല്ലാവരും വരിക, ഫ്രണ്ട്സിനെ കൂട്ടുക, സെറ്റായിട്ട് പഠിക്കാം. ഓക്കെ.